ശ്രീ അരുൺകുമാർ, ഇന്നിപ്പോൾ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പരാതി കൊടുത്തു, ഒരനീതി നേരിട്ടതിൽ ഒരു പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു യുവതി അനിതരസാധാരണമായ ആക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വഭാവഹത്യയ്ക്ക്, വ്യക്തിഹത്യയ്ക്ക് വിധേയമാക്കപ്പെടുകയായിരുന്നു. ആയിരക്കണക്കിന് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അവർ കടുത്ത സമ്മർദ്ദം നേരിടുകയായിരുന്നു. ഇപ്പോഴെങ്കിലും അതിനെ തടയിടാൻ കഴിയുമോ എന്ന് അറിയില്ല. എന്നാൽ പോലും അതിൻ്റെ കിങ് പിന്നായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന കാര്യമെങ്കിലുമുണ്ട്. ഇതുപോലെ അഭിപ്രായം പറയാനോ പരാതി പറയാനോ മുന്നിൽ വരുന്ന ആളുകളെ ഈ തരത്തിൽ സൈബർ ഇടങ്ങളിൽ ചിത്രവധം ചെയ്യുന്നതിനെതിരെ ഉള്ള ശക്തമായ നിയമ നടപടികൾ പ്രതീക്ഷിക്കണോ അടുത്ത ദിവസങ്ങളിൽ? അരുൺ, ഇവിടെ 3 മാസം മുഴങ്ങിക്കെട്ട ഒരു ചോദ്യമായിരുന്നു, പരാതി എവിടെ, പരാതി എവിടെ, പരാതിക്കാരെവിടെ, പരാതിക്കാരെവിടെ എന്ന്. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് തെളിവുകളോടെ പരാതി വന്നു. പക്ഷെ പരാതി വന്നപ്പോൾ ആ പരാതി വന്നിട്ട് ആ പരാതി കൊടുത്ത അതിജീവിതയെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണത്തിന് ഇവർ നേതൃത്വം കൊടുക്കാനുള്ള കാരണം ഫോറൻസിക് തെളിവുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സും എല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തുകയും കൂടുതൽ മൊഴി ഓരോ വിഷയങ്ങളിലും വളരെ ക്ലാരിഫിക്കേഷനോടെ രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പരാതി കൊടുത്തു എന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ KPCCയുടെ ഔദ്യോഗികമായിട്ടുള്ള സൈബർ പേജുകളിലടക്കം ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത വിവരങ്ങൾ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ഔദ്യോഗിക ഭാരവാഹികളടക്കം അവരുടെ സ്വന്തം പേജിലൂടെ ഈ അതിജീവിതയുടെ ഫോട്ടോയും വിവാഹ ഫോട്ടോയും എല്ലാം പ്രചരിപ്പിച്ചതും അവരടക്കം ഇതിൽ കേസിൽ പ്രതിയായി മാറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഈ അന്വേഷണത്തെ തകർക്കുക എന്നതാണ്. ഇതുവരെ ചോദിച്ച ചോദ്യം പരാതിക്കാരെവിടെ, പരാതി എവിടെ എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരാതിക്കാരിയും പരാതിയും രംഗത്ത് വന്നപ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം പുറത്തു വിട്ടുകൊണ്ട് കൂടുതൽ മൊഴി കൊടുക്കാതെയും ഈ അന്വേഷണത്തോട് മറ്റുള്ളവർ സഹകരിക്കാതെയും കൂടുതൽ സാക്ഷികൾ ഈ കേസിൽ രംഗത്ത് വരാതെയും അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുടെ സമാന അനുഭവമുള്ള മറ്റാരും മറ്റു പരാതിയുമായിട്ടും രംഗത്ത് വരാതെ നിരന്തരം ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇവർ തുടരുന്നത്. അതിന് KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ തന്നെ 2 ദിവസം മുമ്പ് ഇത് നല്ല പയ്യനാണ്, ഈ പരാതിയൊക്കെ ഞാൻ നോക്കിയതാണ്, ഈ പരാതിയിലൊന്നും കഴമ്പില്ല, അതുകൊണ്ട് ഇയാൾ രാഷ്ട്രീയത്തിൽ തുടരേണ്ടതാണ് എന്ന രൂപത്തിൽ ഒരു നല്ല ലൈസൻസ് കൊടുക്കുന്നത് നാം കണ്ടു. ഇപ്പം ഇന്ന് അദ്ദേഹം അഭിപ്രായം മാറ്റി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് തന്നെ ഇത് ഒരു ഇലക്ഷൻ ട്രെൻഡാണ്, അതുപോലെ ഇലക്ഷൻ കാലത്ത് പുറത്തു വന്ന കെണിയാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള സൈബർ വെട്ടുകിളികൾക്ക് എല്ലാ തരത്തിലും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കൊടി കാണിക്കുകയും ചെയ്ത ഒരു അനുഭവം നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ അതിജീവിതയെ ആക്രമിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ട്രയൽ നടത്താൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് പോലീസും അന്വേഷണ ഏജൻസിയും ഏറ്റവും കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ആ അതിജീവിതയ്ക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത്, ഏറ്റവും കരുത്തോടെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയുടെയും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെയും ജനങ്ങളുടെയും കടമയാണ്, സമൂഹത്തിൻ്റെ കടമയാണ് കൃത്യമായിട്ടുള്ള കരുതലുകൾ ഉറപ്പുവരുത്തുക എന്നത്. അതിന് വിഘാതമായി ആര് പ്രവർത്തിച്ചാലും ഏത് തരത്തിൽ നിയമത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും അവർക്ക് ചുട്ട മറുപടി കൊടുക്കും എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് അതിജീവിതയുടെ പരാതി കിട്ടിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ഭാഗമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയത്. അതിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ ഇട്ട പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി, പലരും ഫോൺ ഓഫ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതൊരു കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. സിനിമാ നടിയെ ആക്രമിച്ച സംഭവം മുതൽ നിരവധി സാഹചര്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ വെട്ടുകിളികൾ രംഗത്ത് വരുന്ന നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് അനുവദിക്കില്ല, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അനുവദിക്കില്ല എന്നതിന്റെ ക്ലിയർ മെസ്സേജാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അതുമായി അന്വേഷണവുമായി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.